വാവടി ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ എന്താ പറയുക ഗ്യാസിൽ അരിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാനോട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കറിക്കുള്ളതൊക്കെ കുക്കറിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ മോരൊഴിച്ച് കറി വയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അധികം മോരൊഴിച്ചുള്ള കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മക്കൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനത് ഒരു ദിവസം ഉണ്ടാക്കിയാൽ 2 ദിവസത്തേക്കൊക്കെ ഇരിക്കും വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കും. പക്ഷേ അത് ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീരും കേട്ടോ. അപ്പോൾ ഇതാ അരിയൊക്കെ ഇട്ടുകൊടുത്ത് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും തിളച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇറക്കി വെക്കണം. പിന്നെ ഞാനിതാ കുക്കറിലേക്ക് നമ്മളെ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് എന്താ പറയുക അതിലേക്കുള്ള തേങ്ങയൊക്കെ ചിരകണം, അതൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കണം. പിന്നെ ഇന്നൊരു പയറുപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമീൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്ത് വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തേക്കുള്ള ഐറ്റം എന്ന് പറയണത്. പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോണു, സുഖമായിട്ടിരിക്കണം എല്ലാവരും. പിന്നെ നമ്മുടെ ചാനൽ 2K ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ തുടർന്നും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം. ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടുള്ള അതേ സപ്പോർട്ട് ഇനിയും തരണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ചോറ് വെന്തിട്ടുണ്ട്, അത് ഊറ്റുകയാണ്. നമ്മുടെ പെട്ടെന്ന് വേവണ അരിയാണല്ലോ. അപ്പോൾ പിന്നെ ഒരുപാട് സമയം റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാൻ പറ്റില്ല. ഒന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പായസമായി പോകും. പിന്നെ അതായത് കറിയിലേക്കുള്ള തേങ്ങയൊക്കെ ചിരകി അതൊക്കെ അരച്ച് റെഡിയാക്കി അപ്പോഴത്തേക്കും നമ്മൾ പയറുപ്പേരി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഇനി ഒന്ന് തണുത്തതിന് ശേഷം ആ പാനിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെ ഇതാ കറി കുക്കറിലായിരുന്നു വേവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മൺചട്ടിയിലേക്ക് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, മോര് കറിയല്ലേ, അപ്പോൾ അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ തത്ത പിന്നെ ലൂക്കയ്ക്കുള്ള ഫുഡ് കേട്ടോ. ചോറ് ഊറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ആ ചോറും തൈരും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കൊടുക്കാനുണ്ട്. തൈര് തുറക്കുമ്പോഴത്തേക്കും ഞാൻ മോര് കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടി തൈരിൻ്റെ ബോട്ടിൽ തുറന്ന സമയത്ത് തന്നെ ആൾ ഓടി വരുന്നുണ്ട്. ആ മണം അടിച്ചിട്ടായിരിക്കും. തൈര് എപ്പോൾ നമ്മൾക്ക് കഴിക്കാൻ വേണ്ടി എടുത്താലും അവൻ ആ സ്മെല്ല് ചെയ്തിട്ട് ഓടി വരും. ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവന് തൈരും ചോറും തന്നെ കൊടുക്കുള്ളൂ. തൈരും ചോറും പാലും ബ്രെഡും കേട്ടോ. വേറെ ഇറച്ചി മീനൊന്നും ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. കുറച്ചും കൂടെ അവന് കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇപ്പം എന്തായാലും കൊടുത്തിട്ടില്ല കേട്ടോ അതൊന്നും. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ വറവിട്ട് അത് സെറ്റായിട്ടുണ്ട്. പയറുപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ അവൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇന്ന് ഒരുപാട് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ 2 അടുപ്പും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കത്തിച്ചിട്ട് ഓരോന്ന് ചെയ്യണേ. കാരണം കിച്ചുമോളെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ 12 മണി ആയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ. അത് കഴിഞ്ഞ് 9 മണിക്ക് തുടങ്ങി. 9 മണി മുതൽ 11:30 വരെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും തുടങ്ങിയത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യണത്. കാരണം കുട്ടികൾക്ക് ഇനിയിപ്പോൾ നല്ല 1 മണി 1:30 ആകുമ്പോഴത്തേക്കും വിശക്കുമല്ലോ വെച്ചിട്ട് പെട്ടെന്ന് ഇതാണ് കഴിഞ്ഞിട്ട് വേണം, അടുക്കള പരിപാടി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് അലക്കാനൊക്കെ ഒരുപാടുണ്ട് അതിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ ആ പച്ചരിയും ചിക്കനും വെച്ചുള്ള റൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുക്കറിൽ. അപ്പോൾ വലിയൊരു വിശപ്പ് ആർക്കും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരിതാണ്. ചെറിയ എന്തെങ്കിലും കടികളൊക്കെ ആണെങ്കിൽ അത് വേഗം അവർക്ക് വിശപ്പൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ തൈരൊക്കെ എടുത്തതൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ ആ ബോട്ടിലിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ തുറന്നെടുക്കുമ്പോൾ കയ്യിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ഇനി ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുകയാണ്. ലൂക്കാസ് ഇതാ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കണുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം, അടുക്കളയൊന്ന് ക്ലീൻ ചെയ്ത് ഇടണം, പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. കുറേ ഉണ്ട് അലക്കാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നൊരു 1.5-2 മണിക്കൂർ സമയത്തേക്ക് അലക്കലും തോരലും അതിൻ്റെ ഇതിലേക്ക് പോകും. അത്രത്തോളം അലക്കാനുണ്ട്. അപ്പോൾ ഇതാ കറി, പയറുപ്പേരി, ഉണക്കമീൻ വറുത്തത്, ചോറ്, പിന്നെ വെള്ളം തിളപ്പിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ കാസറോളിൽ തന്നെയാണ് ചോറ് ഊറ്റിയിടുന്നത് കേട്ടോ. അവന് വൈകുന്നേരത്തേക്കുള്ള ചോറും കുറഞ്ഞൊരു ചൂടോട് കൂടി ഇരിക്കുമല്ലോ. അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് കേട്ടോ. ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞാൽ തന്നെ വലിയൊരു സമാധാനമാണല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാനിനി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് അകത്തേക്ക് കയറി വരുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം അലക്കാനുണ്ട്, ഒരുപാട് അലക്കാനുണ്ട്. പിന്നെ നമ്മളവിടെ അലക്കാൻ എത്ര ഉണ്ടെങ്കിലും അത്ര ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല. കാരണം പുഴയിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇവിടുന്ന് വീട്ടിൽ നിന്ന് എടുത്ത് പുഴയ്ക്ക് എത്തണ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പുഴയിൽ ചെന്നാൽ നമുക്ക് അലക്കണം തീരണമൊന്നും വലിയൊരു ബുദ്ധിമുട്ടായി തോന്നലില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം പൈപ്പ് ഇങ്ങനെ തുറന്ന് വെച്ച് ബക്കറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുത്ത് അലക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്.
പുഴയിൽ പോകുമ്പോൾ മാക്സിമം എത്ര ആൾക്കാരുണ്ടെങ്കിലും അരമണിക്കൂറിൽ കൂടുതലാവില്ല പുഴയിൽ പോകുമ്പോൾ. ഇത് ഇവിടുന്ന് എന്തായാലും കൂടുതലുണ്ടാകുമ്പോൾ കൂടുതൽ സമയം വേണം. പിന്നെ അപ്പോൾ ഇനി അലക്കാൻ നിൽക്കട്ടെ കേട്ടോ. പിന്നെ ഇന്ന് മക്കളെ ഫ്രണ്ട്സ് 2 പേര് വന്നിട്ടുണ്ട്. ഞാൻ അലക്കി പകുതി ആയപ്പോഴാണ് അവരവിടെ വന്നത്. 1:30 ബസ്സിന് വന്നിട്ട് അവരവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പോന്നു. 1:45 ആയപ്പോൾ അവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ വന്നു, അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. മക്കൾ വെള്ളമൊക്കെ കലക്കി കൊടുത്തു. അപ്പോൾ ഞാൻ ചോറുണ്ണാൻ വേണ്ടി പറഞ്ഞു, ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ചോറുണ്ടിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു. 2 പേര് കേട്ടോ. അപ്പോൾ അവർ അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അപ്പോൾ അലക്കലും കുളിയും കൂടെ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് കയറുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും എന്തായാലും ഇവിടുന്ന് കയറുമ്പോഴത്തേക്ക്. പിന്നെ അവനോട് തത്ത ഇനിയിപ്പോൾ അവർ വന്നപ്പോഴേ അവരുടെ കൂടെ അവർ തിരിച്ച് പോകുമ്പോൾ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവൾ ഇന്ന് പോവേണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതാ ഒരു 1.5 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ അലക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ വിരിച്ചിട്ടു. ഇനി ഒരു അര ബക്കറ്റ് കുറച്ച് സംഭവങ്ങളുടെ ബാക്കിയുണ്ട്, നമ്മുടെ ഇൻ്റർവെയർസൊക്കെ. അത് തോരിടാനായാലില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അകത്തൊരു 3 അയൽ ഞാൻ കെട്ടിയിട്ടുണ്ട്, അവിടെ ഇടാം. അപ്പോൾ ഇതാ ഞാൻ കുളിയും കഴിഞ്ഞിട്ടാണ് പിന്നെ അകത്തേക്ക് കയറി. സമയം 3:20 ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ആ കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. കഴിഞ്ഞത് പ്രാവശ്യം തത്തേൻ്റെ 2 ഫ്രണ്ട്സൊക്കെ വന്നപ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഓഫീസിലായിരുന്നു കേട്ടോ. അപ്പോൾ അതെൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ചെന്നപ്പോഴിതാ മക്കളൊക്കെ ഇവിടെ മാങ്ങയും ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ അത് ചെനച്ച് ചെറിയൊരു മാങ്ങേൻ്റെ കഷ്ണം തമ്മെടുത്തോന്നും പറഞ്ഞ് തന്നതാട്ടോ. പിന്നെ അവളെ തന്നെ വിളിക്കണിക്ക് കൂടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പല്ല് പൊളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ചായയോട് വലിയ താല്പര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ സേമിയ വെച്ചിട്ട് പായസം ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സേമിയ ഇരിക്കുന്നുണ്ട്, കുറച്ച് ചവ്വരി ഉണ്ട്, ഒരു ചെറിയ പാക്കറ്റ് സേമിയം അവരോട് വാങ്ങാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അപ്പോൾ കിച്ചുമോളും തത്തേൻ്റെ ഒരു ഫ്രണ്ടും കൂടെ അവർ 2 പേരും കടയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചേ ഉള്ളൂ സേമിയ. ഇവിടെ ഉള്ളത് ഞങ്ങൾ 2 തവണയായിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ ചവ്വരി ഞാൻ കഴുകിയിട്ട് വെള്ളത്തിയിട്ട് വയ്ക്കുകയാണ്, എന്നാൽ പെട്ടെന്ന് കുതിർന്ന് വരുമല്ലോ. അപ്പോൾ വേഗം ഉണ്ടല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ 2 ആളോടും കൂടെ അവിടെ കുറേ തന്നെയാണ് കേട്ടോ കട, അവിടെ പോയിട്ട് സേമിയ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യം കൂടെ ഒന്ന് നോക്കട്ടെ ഞാൻ ഇനി. നോക്കേ പൂച്ച 2 ഓടിയപ്പോഴേ ഇല്ല രോമൊക്കെ ഇങ്ങനെ നീച്ച് നിർത്തിയാണ് വായിക്കണുണ്ട്. അപ്പോൾ ആ കടയിലേക്ക് പോയ 2 ആളെ കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചവർ കടയിൽ പോയിട്ട് സേമിയ ഉണ്ടാക്കുകയാണാവോന്ന്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ആ കട അടച്ചിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള കടയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ 2 ആളും കൂടെ. പിന്നെ ആള് പുറത്തിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, അവൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ തത്ത അവനെ പിന്നെ പുറകെ പോയിട്ട് എടുത്തു കൊണ്ടുവന്നാണ് കേട്ടോ. ഈ മക്കള് അതിൻ്റെ മുഖത്തൊക്കെ ആയിട്ട് ഉമ്മ വെക്കുക. അപ്പം ഞാൻ വെള്ളം വരുമല്ലോ, മുഖത്ത് തട്ടാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ട് എന്നോട് അതിനൊന്നും കുഴപ്പമില്ല അമ്മ, തട്ടിയിട്ടൊന്നുമില്ല, ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞു. മുഖമൊക്കെ ഒന്ന് കഴുകി വന്നിട്ട് വീണ്ടും തന്നെയല്ലേ പണി, പിന്നെ എടുക്കും പിന്നെ ഉമ്മ കൊടുക്കും. അപ്പോൾ കൈയൊക്കെ ശരിക്കും കഴുകണം കേട്ടോ എന്ന് പറയും. വലിയ ബുദ്ധിമുട്ടില്ല. ഈ മക്കൾ അതിൻ്റെ മുഖത്തും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴേ വൃത്തിയാക്കണമൊക്കെ ഉണ്ട്, എന്നാലും ഒരു പേടിയാണ് എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടോ അവനവിടെ വെച്ചിട്ട്. പിന്നെ വന്നിട്ട് വീണ്ടും അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ തത്ത റോട്ടിലിറങ്ങി നിൽക്കുന്നുണ്ട്, അവരെ കാണാനില്ല. അവരെ തെരഞ്ഞിട്ട് ഒരാളും കൂടെ പുറകെ പോയിട്ടുണ്ട് കേട്ടോ. തത്തേൻ്റെ ഒരു ഫ്രണ്ട് അവൾ കടയിൽ പോയതാണ്. കിച്ചുമോള് പറമ്പ സ്കൂളിൻ്റെ അവിടെ പോയി വാങ്ങി വന്നു. അന്നെ തെരഞ്ഞ അനുശിവ നോളെവിടെ എല്ലാ ആൾക്കാരാ വിട്ടത് ഞാൻ. എന്താണ് പിന്നെ
അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരും മുന്തിരിയൊന്നും ഉണ്ടായിരുന്നില്ല, അത് ഞാൻ വാങ്ങിച്ചതുമില്ല കേട്ടോ. കുറച്ച് നെയ്യ് അതിൻ്റെ മീതെ കൂടി ഒഴിച്ചു. പിന്നെ സേമിയ വറുത്തത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തന്നെയാണ്, പാലല്ല പാൽപ്പൊടിയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ തട്ടിക്കൂട്ടൊരു പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്കൾക്ക് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ ആ മക്കളെല്ലാവരും പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് തത്ത അവരെ കൂടെ പൊട്ടിക്കളിക്ക് പോവുകയാണ് കേട്ടോ, അമ്മമ്മേൻ്റെ കൂടെ നിൽക്കാനെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ആ ലൂക്കാച്ചായൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവനെടുത്തുകൊണ്ട് ഞാനും കിച്ചുമോളൊക്കെ പുറത്തേക്ക് വന്നാണ്. അവളെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അവനൊന്ന് ഓടി. അപ്പോൾ അവനെടുത്തിട്ട് ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവിടെ പോകാൻ നിൽക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചി കുറച്ച് ചിക്കനും നെയ്ച്ചോറും കൂടെ കൊണ്ടു തന്നു. ആരുടെ കസിൻ്റെ അവിടെ കയറി താമസമായിരുന്നു, ഹൗസ് വാമിങ് എന്തോ ആയിരുന്നു. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ ചിക്കനും അതുപോലെ നെയ്ച്ചോറും കൊണ്ടു തന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വിശേഷമായിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.